ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനും പിന്നെ എൻ്റെ അക്വേറിയം എല്ലാം കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്, ഇത് നമ്മളുടെ ഗാർഡനാണ്. നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. കണ്ടോ, ഇത് നമ്മളുടെ ലക്കി ബാമ്പു പ്ലാന്റാണ്. പെയിൻ്റ് അടിച്ചുകൊണ്ട് അത്രയും ലുക്ക്. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ യെല്ലോവും ഗ്രീനും ഉള്ള ക്രോട്ടനാണ്. നമ്മളുടെ വെറ്റല ചെടി, ഇത് നമ്മളുടെ ഇതാണ് നമ്മളെ പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയതാണ്. നമ്മുടെ കലേഡിയം പ്ലാന്റാണ്. കണ്ടോ, തൈ ഉണ്ടാവണതേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാത്തത്. ഇത് നമ്മുടെ ഒരു ചെടിയാണ്, മഞ്ഞ പൂ തരും. അതിൻ്റെ ഒപ്പം തന്നെ ഭംഗിയുള്ള ടേർട്ടിൽ വൈനും ഉണ്ട്. ടേർട്ടിൽ വൈൻ ഞാൻ എല്ലാ ചെടിയിലും വയ്ക്കും. പിന്നെ ഇവിടെ തന്നെ നമ്മൾ കണ്ടോ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബൂസ്റ്റിൻ്റെ ഡബ്ബയിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ മരത്തിലിങ്ങനെ പിടിക്കാനാണ് വെച്ചത്, പക്ഷെ ഇങ്ങനെ പിടിക്കാനും ഞാൻ വെച്ചു. നല്ല രസമാണ്. പിന്നെ നമ്മൾ ഈ പോട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ പൂച്ചെടിയാണ് കേട്ടോ, പിങ്ക് കളർ. ഇതിൻ്റെ റെഡ് നമ്മളടുത്തുണ്ട്, അത് നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതൊക്കെ പിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ചെടി കണ്ടു. ഈ അടുത്തതല്ല നമുക്ക് കണ്ടോ, ഈ ചെടിയാണ്, കോളീസ് ചെടിയാണ്. ഇതിൻ്റെ ഈ 2 വെറൈറ്റികളുണ്ട്. ഇത് കുറച്ച് വാടിപ്പോയി, പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ നമ്മളുടെ ടേർട്ടിൽ വൈനാണ് ഒരു ലുക്ക് എന്ന് പറയണം. പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ, ഈ പൂച്ചെടിയാണ് ഫുള്ളായിട്ട്. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കാം. നല്ല ബ്യൂട്ടിഫുൾ ചെടിയാണ്. അതിൻ്റെ കളറൊക്കെ, ഇലയുടെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിന് തൊട്ടപ്പുറത്തന്നെ ഞാനിങ്ങനെ ഒരു ചെറിയ ബോട്ടിൽ ടർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് വന്നിട്ട് നമ്മുടെ കോളിയസ് ചെടിയാണ്. ഇവിടെ നമ്മൾ ഫുൾ റെഡും പിന്നെ ഇങ്ങനത്തെ കോളിയസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു പൂച്ചെടിയാണ്. ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇതിനെപ്പറ്റി എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. നല്ല ഭംഗിയുള്ള പൂക്കളുമായിട്ടുള്ള ചെടിയാണ്. ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കോഴിവാലൻ ചെടി പോലെയുള്ള ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ പിങ്ക് കളർ ചെടിയാണ്. ഇത് അത്ര രസമില്ല, ഞാനിപ്പോൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നട്ടുപിടിച്ച്. ഇത് വന്നിട്ട് ഒരു വർഷമായതാണ്. കണ്ടോ, മീൻസ് 1 ഇയർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, ഇതിൻ്റെ മുകളിലത്തെ വ്യൂ ആണ് നല്ല ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മളുടെ കലേഡിയം കണ്ടോ, നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇങ്ങനത്തെ ചെറിയ പോട്ടിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചെറിയ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. കണ്ടോ, പിങ്ക് കളർ. ഞാനിപ്പോൾ ഈയിടെയായിട്ട് വാങ്ങിച്ചതാണ്. ഇത് കണ്ടോ, ഇത് ഡാർക്ക് പിങ്കാണ് കേട്ടോ, അതിൻ്റെ ഇതുണ്ട്. പിന്നെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ അക്വേറിയമാണ്. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫുൾ പണി കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഭംഗിയുള്ള നമ്മൾ മീനൊക്കെ കൊണ്ടുപോയിട്ടു. കണ്ടോ, റെഡ് കളറുണ്ട്. അപ്പോൾ ഇത്രയൊന്നല്ല, കുറേ മീൻ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ എന്താ പറയുക. കണ്ടോ, ഫുള്ള് നമ്മൾ വാട്ടർ ക്യാബേജ് വെച്ചു. ഇവിടുത്തെ അക്വേറിയം നന്നായിട്ടുണ്ട്. നമ്മൾ പൂച്ചമീനൊക്കെ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ലുക്ക്. പിന്നെ നമ്മൾ തൊടിയൊക്കെ നമ്മൾ ആളെ കൊണ്ട് വെട്ടിപ്പിച്ചു. നമ്മൾ തൊടി ഇങ്ങനെ നല്ലായിരുന്നു, പക്ഷെ നമ്മൾ ആളെ കൊണ്ട് വെട്ടിപ്പിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. പിന്നെ നമ്മൾ കണ്ടോ, ഈ പൂച്ചെടിയും കൂടി വാങ്ങിച്ചു. നമ്മൾ ഇതവിടെ നട്ടുകൊടുത്തിട്ടുണ്ട്, വലുതാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അത് വലുതായി എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ വലുതായാൽ കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ പൂ ഉണ്ടായിട്ടില്ല. ഇത് സമ്മേഴ്സിലാണ് ഏറ്റവും കൂടുതൽ പൂ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കാലത്ര ഇങ്ങനെയല്ല. ഇതൊരു ചെറിയ വെറൈറ്റിയാണ്. ഇത് പോട്ടിലൊക്കെ വെക്കാം, പക്ഷെ ഞാനിതിൽ മഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ ബൈ.